ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫീനിക്സ് റൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇത് എഴുതിയിട്ടുള്ളത് ട്വിങ്കിൾ ഖന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവരൊരു ബോളിവുഡ് ആക്ട്രസ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല അക്ഷയ് കുമാറിന്റെ വൈഫ് കൂടിയാണ്. നമ്മളെ ചാപ്റ്ററിന്റെ ഹെഡിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫീനിക്സ് റൈസസ് എന്നാണ് അല്ലേ. ഈ ഫീനിക്സ് എന്ന് പറയുന്നത് നമ്മളെ ഈ ചാപ്റ്ററിലെ ക്യാരക്ടറിനെ എന്ത് ചെയ്യാണ്, ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അതായത് ഫീനിക്സ് പക്ഷി നമുക്കറിയാം അതെങ്ങനെയാണ്, അത് ഒരുപാട് വർഷം ജീവിച്ച് എന്നിട്ട് അത് കത്തിയിട്ട് അതിന്റെ ചാരങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അതായത് ഇവിടുത്തെ ഈ ഒരു ക്യാരക്ടർ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ക്യാരക്ടർ എന്താണ്, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്ന സമയത്തും എല്ലാവരും അടിച്ചമർത്തുന്ന സമയത്തും അതെന്താണ്, ഉയരങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളെ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബബ്ലു ആണ്. ഈ ബബ്ലു ചെറുതായിരിക്കുന്ന സമയത്ത് സ്കൂളിലൊന്നും അത്ര ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ അയാൾ എന്താണ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. കാരണം അദ്ദേഹം ഇങ്ങനെ ഓർക്കുന്നുണ്ട്, സയൻസ് ടീച്ചർ ആയിട്ടുള്ള ശർമ്മ എന്നുള്ള ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിന്റെ അണ്ടറിൽ അദ്ദേഹം ഒരിക്കലും ഒരു എഗ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ എഗ് ഇൻക്യുബേറ്റർ? അത് ഈ കോഴിമുട്ട വിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ഓക്കെ, പക്ഷെ അച്ഛൻ മരിച്ചതോടെ അമ്മക്ക് എന്താണ്, കുടുംബം പോറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ ബബ്ലു സ്കൂൾ ഉപേക്ഷിച്ചിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ആദ്യം എന്താണ്, ഒരു വർക്ക്ഷോപ്പിൽ ചായ കൊണ്ടുവരുന്ന ഒരു സഹായിയായിട്ട് ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം വെൽഡിങ് പഠിച്ച ഒരു വെൽഡറായി തീരാണ്. ക്രമേണ എന്താണ്, വർക്ക്ഷോപ്പിന്റെ കടം ഏറ്റെടുത്ത് പിന്നീട് അതിന്റെ ഉടമയായിട്ട് വിജയകരമായിട്ട് ബിസിനസ് നടത്തി തുടങ്ങി. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിക്കുന്നുണ്ട്. ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ. അത് പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്. അവര് ആകെ ഒരു തവണയാണ് കല്യാണത്തിന് മുന്നേ എന്താണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. അതന്നെ എന്താണ്, ഫാമിലിന്റെ പ്രസൻസ്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഒരു ദിവസം രാവിലെ ബബ്ലു ഗൗരീനെ അന്വേഷിക്കുന്ന സമയത്ത് അവൾ കയ്യിൽ ഒരു പഴയ തുണി എടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നതാണ് അദ്ദേഹം കണ്ടത്. ഓക്കെ, ഈ പീരീഡ്സ് ടൈമിൽ ബ്ലഡ് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പാഡ് യൂസ് ചെയ്യും അല്ലേ. അതിന് പകരം കുറച്ച് മുന്നേ വരെയുള്ള ആളുകൾ എന്തായിരുന്നു, തുണി ഉപയോഗിക്കുമായിരുന്നു. അന്ന് ഈ സാനിറ്ററി നാപ്കിൻ, ഈ പാഡിനൊക്കെ എന്താണ്, നല്ല പൈസയാണ്. ഇപ്പോഴും പൈസയാണ്, അന്നും എന്താണ്, അത്യാവശ്യം പൈസ ഉണ്ട്. അത് അവർക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തുക അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്താണ്, അത്ര വൃത്തിയൊന്നും ഇല്ലാത്തതും പഴയതും കീറിയതുമായിട്ടുള്ള എല്ലാ തുണികളും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇദ്ദേഹം കാണുകയാണ് ബബ്ലു. ആ ഒരു ദിവസം ബബ്ലു എന്ത് ചെയ്യാണ്, ഭാര്യക്കായിട്ട് ഒരു സാനിറ്ററി നാപ്കിന് പാക്കറ്റ് സമ്മാനമായിട്ട് വാങ്ങാണ്. അതായത് ഭാര്യനെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാന്ന് വിചാരിച്ചു, നല്ലത് വാങ്ങിക്കൊടുക്കാന്ന്. ആ സമയത്താണ് അദ്ദേഹം അതിന്റെ വിലനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്, അത് എത്രത്തോളം പൈസ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം നോക്കുന്ന സമയത്ത് 40 രൂപയാണ് ആ ഒരു പാക്കറ്റിന്. അതിൽ 10 എണ്ണം ഉണ്ട്. അപ്പൊ ഒന്നിന് എത്ര രൂപയായി, 4 രൂപ. അദ്ദേഹം അതിനുള്ളിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ നോക്കി. അപ്പോൾ അതിലെന്താണ്, ജസ്റ്റ് കുറച്ച് കോട്ടൺ ആണല്ലേ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു കോട്ടൺ ഇങ്ങനെ അളന്നു നോക്കിയിട്ട് അദ്ദേഹം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്, ഇത് മൊത്തം വെച്ച് നോക്കിയാൽ 10 പൈസയെ കാണുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഈ ഒരു കോട്ടന്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പൊ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത്രയും ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനമാണ് ഇത്രയും വിലയിൽ ഇവര് വാങ്ങുന്നത്. അങ്ങനെ ബബ്ലു ഈ പാക്കറ്റ് ഗൗരിക്ക് കൊടുത്തു. ആ സമയത്ത് ഗൗരിക്ക് അത്ര ഹാപ്പിനെസ് ഒന്നും കാണുന്നില്ല. അവര് പറയാണ് എന്ത്, ഞാനും ഷാലുവും, അതായത് ഇത് ബബ്ലുവിന്റെ സിസ്റ്ററാണ് ഷാലു. അപ്പൊ ഇവര് രണ്ടുപേരും, ഗൗരിയും ഷാലുവും ഇതുപോലെ എല്ലാ മാസവും ഈ ഒരു സാനിറ്ററി നാപ്കിന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ സാധനങ്ങൾ വാങ്ങാൻ, ഈവൻ പാലിന് പോലും എന്താണ്, പണം തികയില്ല എന്നാണ് പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് ബബ്ലുവിന് ഭയങ്കര വിഷമാവാണ്. പക്ഷെ അദ്ദേഹം ഒരു പുതിയ പദ്ധതി ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. കുറഞ്ഞ വിലയിൽ സാനിറ്ററി നാപ്കിന് നിർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം എന്താണ്, കോട്ടനും ക്ലോത്തും ഈ സിസേഴ്സും നൂലും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം എന്താണ്, സ്വന്തം സാനിറ്ററി നാപ്കിന് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ദിവസത്തിനകം അദ്ദേഹം ഒന്നും ഉണ്ടാക്കിയെങ്കിലും അതെന്താണ്, അത് പ്രയോജനപ്പെടുന്നുള്ള ഒരു ഇതായിരുന്നില്ല. കാരണം എന്താണ്, ശരിയായ വസ്തു കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഈ കടകളിലൊക്കെ കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ പാഡ്, ഇതിൽ ഇവർ ഉപയോഗിക്കുന്ന പ്രോപ്പർ സാധനം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ മാസങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹം എന്താണ്, പലതരം വസ്തുക്കൾ പരീക്ഷിച്ച്. കാരണം ഭൂരിഭാഗം സ്ത്രീകളും എന്താണ്, ഇങ്ങനത്തെ ഈ ഒരു കീറിയതും കേടായതും ഒക്കെ ആയിട്ടുള്ള പഴയ തുണി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്, അവർക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വരുന്നുണ്ടാവുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി.
മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു എന്താണ് എക്സ്പെരിമെന്റും കാര്യങ്ങളും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പരീക്ഷണങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കി. ഇത് കുറച്ച് മുന്നേ നടന്ന കാര്യമാണ്. അപ്പൊ എന്താണ് അവിടെയുള്ള ആളുകൾ സ്ത്രീകൾ മാത്രം അറിയേണ്ട വിഷയമാണ് ഈ ഒരു മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് പറയുന്നത്. ഇത് ബാക്കിയുള്ളവർ സംസാരിക്കാൻ പാടില്ല, ആണുങ്ങൾ ഇതിന് തുനിഞ്ഞിറങ്ങാൻ പാടില്ല എന്നുള്ള അങ്ങനത്തെ ഒക്കെ ഒരു കോൺസെപ്റ്റ് എവിടെയൊക്കെയോ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ലായിരുന്നു, അസ്വസ്ഥരാക്കുക ചെയ്തത്. അപ്പം സ്ത്രീകളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പുരുഷന് നാണക്കേടാണെന്നൊക്കെ അമ്മ അവരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം നിർത്തണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, ദേഷ്യത്തിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആളുകളും ഇതൊക്കെ അറിയുന്ന സമയത്ത് എന്താണ് കുടുംബത്തെ കുറിച്ച് തന്നെ എന്താണ് ചീത്ത വിളിക്കുക, അപമാനിക്കുക അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ബബ്ലു ഭയങ്കരമായിട്ട് നിരാശനായെങ്കിലും തന്റെ പാഡുകൾ സ്വയം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. റബ്ബറിന്റെ ട്യൂബും ഈ ഒരു ബ്ലഡ് ഒക്കെ സംഘടിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു, സ്വയം ഈ നാപ്കിന് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ പരീക്ഷിച്ചു. പക്ഷെ ദുഃഖകരമായി എന്താണ് അയൽക്കാരിയുടെ മകൾ അത് കാണുകയാണ്. അവരത് കാണുന്ന സമയത്ത് എന്താണ് അവിടെയുള്ള നാട്ടുകാർ മൊത്തം ഇത് അറിയാണ്. ഭയങ്കര മോശകരമായിട്ടാണ് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അപമാനമൊക്കെ സഹിക്കാനാവാതെ ബബ്ലുവിന്റെ ഭാര്യ അവനെ വിട്ടു പോവാണ്. അവര് പറയുന്നുണ്ട്, ഈ ഗൗരി പറയുന്നുണ്ട്, നിന്റെ ഈ ഭ്രാന്ത് ഉപേക്ഷിച്ചാൽ മാത്രമേ ഞാൻ ഇനി മടങ്ങി വരുള്ളൂന്ന്. അതുപോലെ അമ്മയും എന്താണ് ഇദ്ദേഹത്തെ വിട്ടു പോവാണ്. അങ്ങനെ കുടുംബവും സുഹൃത്തുക്കളും പണവും എല്ലാം ഇദ്ദേഹത്തിന് എന്താണ് നഷ്ടാവാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, തന്റെ ഭാര്യ ഗൗരിക്കും അതുപോലെ ആ ഗ്രാമത്തിലുള്ള മറ്റു സ്ത്രീകൾക്കും ഒക്കെ ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുറഞ്ഞ വിലയിലുള്ളതുമായിട്ടുള്ളൊരു അഡോറബിൾ ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു സാനിറ്ററി പാഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അല്ലെ. പക്ഷെ എന്താണ് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ വൈഫ് അതുപോലെ അമ്മ, ഫ്രണ്ട്സ്, കുടുംബക്കാർ എല്ലാവരും ഇതിനെതിരെ നിന്ന് എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ ഒറ്റപ്പെടുത്താണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പക്ഷേ ഈ ഒരു ചാപ്റ്റർ കഴിയുന്ന സമയത്ത് ഇതിനൊരു സെക്കൻഡ് പാർട്ട് അല്ല, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ ഈ ബബ്ലു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഒറിജിനലായിട്ട് ഒരാളുണ്ട് അതുപോലെ. ഓക്കെ, അയാളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വിശദമായിട്ട് തന്നെ പഠിക്കാം. എക്സാം ഒക്കെയാണ് വരുന്നത്, അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ചാപ്റ്റർ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കമന്റ്സിൽ അറിയിക്കാം. ഇതിന്റെ എല്ലാത്തിന്റെയും നോട്ട്സ്, സമ്മറി, പിന്നെ അതുപോലെ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആൻഡ് ആക്ടിവിറ്റീസ് എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കിട്ടുന്നതാണ്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.